നിബിൻ എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യമായിരുന്നു, 30 വയസ്സിൽ കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് വെർത്താണോ അല്ലെങ്കിൽ ഗുഡ് ആണോ എന്നുള്ളത്. സോ ഈ ഒരു കാര്യമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് മനസ്സിലാക്കാനുള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എസ്പെഷ്യലി 80s-ലും 90s-ൻ്റെ തുടക്കമുള്ള ആ ഒരു സമയത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ നിങ്ങളുടെ ജനനം എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഒരു തോന്നൽ, അതായത് 30-ലും 40-ലും ഈവൻ 50-ലുമൊക്കെ കരിയർ ഷിഫ്റ്റ് ചെയ്യണം എന്ന ഒരു തോന്നൽ വരാൻ കാരണം അത് നിങ്ങളല്ല, നിങ്ങളുടെ സിറ്റുവേഷനാണ് മെയിനായിട്ടും. ഓക്കെ, സോ അതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയാം. സോ 2 രീതിയിലുള്ള വ്യക്തികളാണുള്ളത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസാണുള്ളത്. ഒന്ന്, ആദ്യത്തെ സ്കൂളിലെ ആദ്യത്തെ ദിവസം മുതൽ ആ കുട്ടിക്ക്, ആ സ്റ്റുഡൻറ്റിന്, ആ വ്യക്തിക്കറിയാം എന്താണ് അവരുടെ ലൈഫിൽ അവർ നേടാൻ പോകുന്നത്, എന്താണ് അവരുടെ കരിയർ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ക്രിസ്റ്റൽ ക്ലിയറാണ്. ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത വ്യക്തികളാണ്. ബട്ട് ദേ ആർ വെരി വെരി റെയർ. എനിക്ക് തോന്നുന്നു ഒരു 1000-ലോ 10,000-ലോ 1-2 പേര് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ക്ലാസ്സിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ക്ലാസ്സിൽ ചോദിക്കുന്നു ടീച്ചേഴ്സ്, നിങ്ങൾക്ക് വലുതായി എന്താണ് ആകണം, അല്ലെങ്കിൽ എന്ത് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു സിമ്പിളായ കാര്യത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചോദിച്ചാൽ വാട്ട് യു വാണ്ട് ടു ബിക്കം എന്നുള്ള ആ ഒരു ചോദ്യത്തിന് അവർക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഈ രീതിയിലുള്ള ആൾക്കാരുടെ, കുട്ടികളുടെ, വ്യക്തികളുടെ പ്രത്യേകത അവരുടെ പാരൻസ്, അവർ ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കും. ആ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഫാമിലി, ദേ ഹാവ് ദാറ്റ് പർട്ടിക്കുലർ, എന്താ പറയുന്നത്, ആ ത്രഷോൾഡിൽ റീച്ച് ചെയ്ത ആൾക്കാരായിരിക്കാം. ബാക്കിയുള്ള എല്ലാവരും എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരാണ്. ദേ ഡോണ്ട് നോ വാട്ട് ടു ബിക്കം. സോ ആദ്യത്തെ പീരീഡിൽ കളക്ടറാണെങ്കിൽ രണ്ടാമത്തെ പീരീഡിൽ പോലീസാണെന്ന് പറയും, പിറ്റേ ദിവസം വേറെന്ന് പറയും, അങ്ങനെ മാറ്റി മാറ്റി പറയും. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ക്ലാരിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയാണ് പിടിച്ച് LKG-യിൽ ചേർത്ത് പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് പുറത്തെടുക്കുന്നത്. സോ ഒരു ഓട്ടോ പൈലറ്റാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെയുള്ള കുട്ടികളെ പിടിച്ച് ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ച് 10th കഴിയുമ്പോൾ +1 +2-ലേക്കുള്ള അഡ്മിഷനുള്ള തിരക്കും ഓട്ടവും നെട്ടോട്ടവും കിട്ടുന്ന സീറ്റിലങ്ങ് കയറ്റി വിടും. പിന്നീട് ഡിഗ്രി, അവിടെയും ഫീസ്, സ്കോപ്പ്, ഡിമാൻഡ്, അതൊക്കെ വേറെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഇൻഫർമേഷൻ വെച്ചെടുക്കുന്ന തീരുമാനങ്ങൾ. ഓക്കെ, അങ്ങനെ ഈ ഒരു ട്രെയിൻ, ആ ട്രെയിൻ ഏകദേശം 30 വയസ്സ് വരെ പോകും. എന്ന് വെച്ചാൽ ഇതുപോലെ ജോലി നേടി കുട്ടികൾ അവരുടെ 30s, അല്ലെങ്കിൽ ഈവൻ പ്രഷർ അത്ര കൂടുതലാണെങ്കിൽ, കമ്മിറ്റ്മെൻറ്റ്സൊക്കെ കൂടുതലാണെങ്കിൽ 40-50 വരെ അങ്ങ് വലിച്ചു പോകും. അതിനുശേഷം അവർക്കൊരു ജീവിതത്തിൽ ഫ്രീഡം ലഭിക്കുന്ന സമയമാകുമ്പോഴാണ് ചിന്തിച്ച് തുടങ്ങുന്നത്, എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും എന്താണ് ആകാൻ ആഗ്രഹം, എന്തായിരുന്നു ഈ ഒരു ലൈഫ്, ഒറ്റ ലൈഫാണ് ഈ ഭൂമിയിലുള്ളത്, അത് ഇങ്ങനെ ജീവിച്ച് തീർത്താൽ മതിയോ, ഫാമിലിക്കും കുട്ടികൾക്കും സമൂഹത്തിനും നെയ്ബേഴ്സിനും ഒക്കെ വേണ്ടി അവരുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ടൈം ഓഫ് റിഫ്ലക്ഷൻസ് ടു ലേറ്റ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ചില കൂട്ടുകാർ അങ്ങനെ മുന്നോട്ട് അതേ ഒരു എങ്ങനെയാണോ ആ ഒരു പോയിന്റിലേക്ക് എത്തിയത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. സോ പറയാറുണ്ട്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഡൈ അറ്റ് 22 ആൻഡ് ബറീഡ് അറ്റ് 70 എന്നുള്ളത്. വെച്ചാൽ ഏകദേശം 20-21 ആകുമ്പോൾ, അതായത് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മരിച്ചു പോകുന്നു. പക്ഷേ അവരുടെ എന്താ പറയുന്നത്, ദഹനം അല്ലെങ്കിൽ കബറടക്കം നടക്കുന്നത് 70-ക്ക് ശേഷമായിരിക്കും. എന്ന് വെച്ചാൽ പിന്നീട് അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നാട്ടുകാരുടെയും സമൂഹത്തിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ പ്രഷറും എക്സ്പെക്റ്റേഷനും ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു 70s, 80s, 90s കിഡ്സിൻ്റെ, 90s തുടക്കത്തിലുള്ള കിഡ്സിൻ്റെ പ്രത്യേകത. അതോടൊപ്പം വേറൊരു കാര്യം, ഇവർക്കിങ്ങനെ ഒരു എനിക്കിപ്പോൾ ഒരു മ്യൂസീഷ്യൻ ആവാനാണ് താല്പര്യം, ഒരു ഫോട്ടോഗ്രാഫർ ആവാനാണ് താല്പര്യം, ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് താല്പര്യം. അങ്ങനെയുള്ള ഒരു കരിയർ എനിക്ക് ഈവൻ ഇഫ്
ഐ ആം റിയലി എക്സൈറ്റഡ് അബൌട്ട്. ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഫാമിലിയിൽ ഒരു എൻജിനീയർ ആകാൻ താല്പര്യമുള്ള കുട്ടിയുണ്ടെങ്കിൽ അവരെ പ്രഷറൈസ് ചെയ്ത് ഡോക്ടറാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ദ പ്രോബ്ലം ഈസ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാൻ കാരണം എക്സിസ്റ്റൻസ്, അതായത് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻകം ഏണേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് കുട്ടികളിങ്ങനെ ഒരു പർട്ടിക്കുലർ വേ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വരുന്നത്. ഈവൻ ചില പാരൻസൊക്കെ ഡിക്റ്റേറ്റേഴ്സാണ്, ജസ്റ്റ് ലൈക്ക് ഹിറ്റ്ലേഴ്സ്. അവർക്ക് അവരുടേതായ ചില എക്സ്പെക്റ്റേഷനും അവരുടെ ലൈഫിൽ അവർക്ക് നേടിയെടുക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ബിക്കോസ് ഓഫ് ദെയർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അത് കുട്ടികളിൽ കൂടി നേടുന്ന ആൾക്കാരുണ്ട്. സോ വെരി ഇൻട്രസ്റ്റിംഗ്ലി ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വെച്ച് വ്യക്തികൾ ഡിഗ്രി ചെയ്യുന്നു, PG ചെയ്യുന്നു, PhD ചെയ്യുന്നു, ജോലിയിലേക്ക് കയറുന്നു. പിന്നീട് പുറം ലോകവുമായി ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. സോ ഈ നിവിൻ പറഞ്ഞതുപോലെ 30-ലും 40-ലും ഒക്കെ എത്തുമ്പോൾ ഇനി കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് വർത്താണോ, ഗുഡ് ആണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുന്നുണ്ട്. എൻ്റെ ഒരു ടേക്ക് എന്നുള്ളത് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ ചെയ്യുന്നത് ഒരു കരിയർ സൂയിസൈഡ് കൊണ്ടല്ല, മറിച്ച് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്ലാൻ. ഓക്കെ, സോ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് അല്ല, മറിച്ച് ഒരു കാൽക്കുലേറ്റഡ് ട്രാൻസിഷൻ പ്ലാൻ വേണമെന്നുള്ളതാണ്. പലപ്പോഴും പറയാറുണ്ട് റിസ്ക് എടുത്തോ, പക്ഷേ കാൽക്കുലേറ്റഡ് ആകണം എന്നുള്ളത്. പക്ഷേ കരിയർ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇഫ് യു റിയലി വില്ലിങ്, അതിന് നല്ലത് കാൽക്കുലേറ്റഡ് പ്ലാൻസാണ്, ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഉദാഹരണത്തിന് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അത് വളരെ കോമൺ ആണ്. ഒരു കല്ല് ആകാശത്തിലേക്ക് എറിഞ്ഞാൽ താഴെ വരുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ തലയിലായിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഒരാൾ ജോലി ചെയ്യുന്നു. ബട്ട് യു വാണ്ട് ടു ബിക്കം എന്താ പറയുന്നത്, ഒരു പബ്ലിക് സ്പീക്കർ, അല്ലെങ്കിൽ ഒരു റൈറ്റർ, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ്. എങ്കിൽ ആ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അത് കോൺഫറൻസ് ആയാലും ക്ലാസ്സസ് ആയാലും ഈവൻ യൂട്യൂബ് വീഡിയോസ് പ്ലെൻറ്റിയാണ്. വീഡിയോസിൽ കൂടിയുള്ള എഡ്യൂക്കേഷൻ, യു ഹാവ് ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് സ്റ്റിൽ ഇഫ് യു റിയലി വാണ്ട് ടു ഷിഫ്റ്റ് യുവർ കരിയർ, അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കോഴ്സുകൾ, പാർട്ട് ടൈം കോഴ്സുകളോ ഓൺലൈൻ കോഴ്സുകളോ ചെയ്യുക, ടു ബിൽഡ് യുവർ സ്കിൽ. അങ്ങനെ സ്കിൽ നേടിയതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫീൽഡിൽ ജോലി ചെയ്ത് ചെറിയ ചെറിയ പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി തുടക്കം എന്നുള്ളത് നോബഡി വിൽ പേ യു, പക്ഷേ ഫോർ യുവർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ചെറിയ ചെറിയ പ്രൊജക്റ്റ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം. പിന്നീട് ചെറിയ ചെറിയ ഫീസ് ഈടാക്കി നിങ്ങളുടെ സ്കിൽ എങ്ങനെ കസ്റ്റമേഴ്സ്, മാർക്കറ്റ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കാം. സോ കസ്റ്റമേഴ്സ് വിൽ ഓൺലി പേ ഇഫ് ദേ ഫീൽ യു ആർ വർത്ത്. നിങ്ങൾ ഷിറ്റ് ആണെങ്കിൽ ദേ വിൽ നോട്ട് പേ. ഓക്കെ, ഇഫ് യു ആർ ഗിവിങ് ഷിറ്റി റിസൾട്ട്സ് നോബഡി ഈസ് ഗോയിങ് ടു പേ. ആ കാര്യം മനസ്സിലാക്കുക. സോ യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ് വാല്യുബിൾ. അങ്ങനെ വാല്യുബിൾ ആക്കിയാൽ യു വിൽ ഗെറ്റ് കോൺഫിഡൻസ്. മാർക്കറ്റിനും കോൺഫിഡൻസ് വരും, കസ്റ്റമേഴ്സിനും കോൺഫിഡൻസ് വരും, നിങ്ങൾക്കും കോൺഫിഡൻസ് വരും. ആൻഡ് യു ആർ ബിൽഡിങ് ദാറ്റ് ബേസ്. അങ്ങനെ ബേസ് ലഭിച്ചാൽ ദെൻ ദിസ് ക്വസ്റ്റ്യൻ വർത്താണോ ഗുഡാണോ എന്നുള്ള ചോദ്യം തന്നെ വരില്ല എന്നുള്ളതാണ്. സോ ഒരു കരിയർ ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ ചാടി എണീറ്റ് അങ്ങ് ജോലി റിസൈൻ ചെയ്ത് ഐ ഹേറ്റ് 9 to 5 കോർപ്പറേറ്റ് ഷിറ്റ്സ് എന്നെല്ലാം പറഞ്ഞ് പുറത്തിറങ്ങുന്നതിന് പകരം പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. റോം ഈസ് നെവർ ബിൽഡ് ഇൻ എ ഡേ. മനസ്സിലാക്കുക. അതിന് അതിൻ്റെതായ സമയമെടുക്കും. സോ അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കുക. അതിനേക്കുള്ള ആ ഒരു പ്ലാനും പേഷ്യൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 30s-ലാണെങ്കിലും 40s-ലാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. പൊതുവെയുള്ള ഒരു സ്കെയിൽ എന്നുള്ളത് ബൈ mid-20 യു വിൽ ഫിനിഷ് യുവർ എഡ്യൂക്കേഷൻ കഴിയും. അതിനുശേഷം പിന്നീടുള്ള 30 വരെയുള്ള സമയം എന്നുള്ളത് എക്സ്പെരിമെൻറ്റേഷനാണ്. യു ഹാവ് ടു എക്സ്പെരിമെൻറ്റ് ടു മെനി തിങ്സ്.
പല കരിയറും നിങ്ങൾ ട്രൈ ചെയ്യും, ജോലി ട്രൈ ചെയ്യും. 30 ആകുന്നതോടുകൂടി യു വിൽ അണ്ടർസ്റ്റാൻഡ് ഏത് കരിയറാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും. സോ യു വിൽ ട്രൈ ടു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ്. അങ്ങനെ 30 മുതൽ 40 വരെ അങ്ങനെ ഒരു ഫേമായിട്ടുള്ള പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. ബൈ 40 യു വിൽ അണ്ടർസ്റ്റാൻഡ് വെയർ യു ആർ. പിന്നീട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ലെഗസി ബിൽഡിങ്ങിലേക്കുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുകയാണ്. പല ആൾക്കാരുടെ ജീവിതത്തിലും ഇത് ശരിയാണ്, തെറ്റല്ല. പക്ഷേ ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഒരേപോലെ വരണമെന്ന് നിർബന്ധവുമില്ല. സോ ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ യുവർ ലൈഫ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ തലയിലിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഹാസ് ടു ബി ഫോർ യുവർ സെൽഫ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ കരിയർ ഷിഫ്റ്റ് എന്ന കാര്യം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ്. തെറ്റായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ എലമെൻ്റ് ഇല്ലാത്ത ഒരു കരിയറിൽ കുടുങ്ങി ജീവിതം കളയുന്നതിന് പകരം ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ടാലൻ്റുള്ള, നിങ്ങളുടെ ആ ഇന്നർ കോളിംഗ് ഉള്ള ആ ജോബിലേക്ക് ആണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യു വിൽ എൻജോയ് യുവർ ലൈഫ്, യുവർ കരിയർ എന്നുള്ളത്. പലപ്പോഴും പറയാറുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം വർക്ക് ഈസ് ഗോയിങ് ടു ഡിഫൈൻ യുവർ ലൈഫ് ഒബ്വിയസ്ലി, ഇന്നല്ലെങ്കിൽ നാളെ. സോ അതിലേക്കുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ആ ഒരു എലമെൻറ്റ് മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങളുടെ പാരൻസും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ദേ ഹാവ് ദെയർ ഇൻസെക്യൂരിറ്റീസ്, ദേ ഹാവ് ദെയർ ഡൗട്ട്സ്. നിങ്ങളുടെ സ്പൗസ് അവർക്കൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ക്യാപ്പബിലിറ്റിയിലൊക്കെ ചോദ്യങ്ങളും. ചെയ്താൽ ശരിയാകുമോ, ഈവൻ ഓൺട്രപ്രണർഷിപ്പ്, ബിസിനസ് സ്റ്റാർട്ടപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ യു കനോട്ട് കൺവിൻസ് ദം. നിങ്ങളോട് ഇതേ ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാർ നാളെ ഇഫ് യു ആർ ബിക്കമിങ് എ സക്സസ് സ്റ്റോറി, എല്ലാവരും ദേ വിൽ സിങ് യുവർ നെയിം. അത് വളരെ ഒബ്വിയസ് ആണ്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈവൻ ഇഫ് യു വാണ്ട് ടു ബിൽഡ് എ സ്റ്റാർട്ടപ്പ്, തീർച്ചയായിട്ടും ഫ്രീഡമാണ് ഇഷ്ടം, കുറേ കാശുണ്ടാക്കാം എന്നൊക്കെയുള്ള താല്പര്യം ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഓൾസോ യു ഹാവ് സംതിങ് ടു ഓഫർ. നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ചില സർവീസസും പ്രൊഡക്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യുക. ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് എന്നുള്ളത്. അതിനുശേഷം യു ഹാവ് ടു ഏൺ ദ സ്കിൽസ്. അതിലേക്കുള്ള സ്കിൽ ഏൺ ചെയ്യണം. പിന്നീട് ചെറിയ തോതിലെങ്കിലും വർക്ക് ചെയ്ത് യു ഹാവ് ടു ബിൽഡ് ദ എക്സ്പീരിയൻസ്. അതിനുശേഷം യു ഹാവ് ടു ഏൺ, അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് അതിനെ സ്കെയിൽ ചെയ്യുക. ദെൻ യു ഗോ ഫോർ ഇറ്റ്. യു ക്വിറ്റ് യുവർ ജോബ് ഓർ യു വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഡു. ഓക്കെ, ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അതായത് 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഏത് വയസ്സായാലും കരിയർ ഷിഫ്റ്റ് സാധ്യമാണോ, വർത്താണോ, ഗുഡാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. So we can meet in the next video. Thank you for watching and spending time with me.